ഏകദേശം 21 തൊട്ട് 28 ഐറ്റംസ് ഉൾപ്പെടെയുള്ള ഒരു താലി മീൽസ് ആണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു പാത്രം തന്നെ കണ്ടില്ലേ. അപ്പം ഞാൻ വേണ്ടേ ലൈവായിട്ട് ഞണ്ടിനെ പിടിച്ചേക്കോ കേട്ടോ. ചെറിയൊരു പേടിയുണ്ട്, കടി അങ്ങനെ കിട്ടുമോ എന്നുള്ള ചെറിയൊരു പേടിയുണ്ട്. അപ്പം ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ നീണ്ടകരയിലുള്ള ബ്ലൂ ഓഷ്യൻ റെസ്റ്റോറൻറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ലൈവായിട്ട് ക്രാബിനെയും ഫിഷിനെയും ഒക്കെ പിടിച്ചിട്ട് അവർ ലൈവായിട്ട് നിങ്ങൾക്ക് എന്തുവാണോ വേണ്ടത് അത് രീതി കുക്ക് ചെയ്ത് തരും. ഞണ്ട് മാത്രമല്ല കേട്ടോ, ലൈവ് ഫിഷ് ഇതേപോലെ രാവിലെ കളക്ട് ചെയ്തത് ഇവിടുത്തെ അക്വേറിയത്തിൽ കളക്ട് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ഫിഷിനെ പിടിച്ചും കൊണ്ട് നമുക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വാഴയിൽ പൊള്ളിച്ച് വേണമെങ്കിൽ പൊള്ളിച്ച് കഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വറുത്ത് വേണമെങ്കിലും കഴിക്കാം. ഞാനിപ്പോൾ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടത്തിൽ യമണ്ടൻ ഒരു സിലോപ്പി കിടപ്പുണ്ട് കേട്ടോ. കായൽ സിലോപ്പിയാണ് കേട്ടോ, വളർത്തു സിലോപ്പി അല്ല. ഇവനെ പിടിച്ച് നമുക്ക് കൊടുക്കാവേ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ സംഭവം. വേണ്ടേ, നമ്മൾ പിടിച്ചിരിക്കുകയാണ് ഗൈസ്. കൂട്ടത്തിലെ ഏറ്റവും വലിയ സിലോപ്പിയ തന്നെയാണ് കേട്ടോ പിടിച്ചിരിക്കുന്നത്. എൻ്റെ കൈയുടെ അത്ര ഉള്ളൊരു സാധനമാണ് ഇത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാണ്. എന്തായാലും എൻ്റെ ഇഷ്ടം വാഴയിൽ പൊള്ളിച്ചാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ വാഴയിൽ പൊള്ളിച്ചടിക്കാം. ഈ 2 ചെറുപ്പക്കാരാണ് നമ്മുടെ ഈ ഒരു റെസ്റ്റോറൻറ്റ് നടത്തി പോകുന്നത്. ഹായ് ബ്രോക്കളെ, എന്താ രണ്ടുപേരുടെ പേര്? മഹാദേവൻ. നമ്മുടെ റെസ്റ്റോറൻറ്റ് പേരെന്ന് പറയാമോ? ബ്ലൂ ഓഷ്യൻ കൊയിലോൺ. കൊല്ലം ജില്ലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീ ഫുഡിന്റെ അവൈലബിലിറ്റി നമുക്ക് കൂടുതലാണ്. ബട്ട് അതിനനുസരിച്ചുള്ള ഒരുപാടായിട്ടുള്ള വെറൈറ്റീസ് കിട്ടുന്ന റെസ്റ്റോറൻറ്റോ കാര്യങ്ങളോ നമ്മളില്ല. ഉണ്ടെങ്കിലും തന്നെ കുറവാണ്. ആ ഒരു ഗ്യാപ്പിലേക്ക് നമ്മൾ സീ ഫുഡിന്റെ വെറൈറ്റീസ് മാത്രമല്ല, ഈ ഒരു റെസ്റ്റോറന്റ് തന്നെ വേറെ വൈബാ അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇതൊക്കെ ആരുടെ കോൺസെപ്റ്റ് ആയത് ഈ ഒരു രീതി ഡെക്കറേറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ്? നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ടാ നിങ്ങളുടെ തന്നെ ഡിസൈൻ, ഓൺ ഡിസൈൻ. ഓക്കെ, എത്ര മണി തൊട്ട് നമ്മളിവിടെ ഫുഡ് സെർവ് ചെയ്യാൻ തുടങ്ങുന്നത്? രാവിലെ 8 മണി തൊട്ടുണ്ട്. വെറൈറ്റി ദോശ വെറൈറ്റീസ് എല്ലാം ഉണ്ട്. പിന്നെ പൊറോട്ട, കൊത്തു പൊറോട്ട, ചെമ്മീൻ കൊത്തു പൊറോട്ട, പിന്നെ ഫിഷിന്റെ ഐറ്റംസ് ഒക്കെ രാവിലെ വരും. പിന്നെ മെയിനായിട്ട് പഴങ്കഞ്ഞി, പഴങ്കഞ്ഞി, കഞ്ഞി എല്ലാം നമുക്കൊരു 9 സൈഡ് ഡിഷസ് കൂടെ ചേർന്ന് വരുന്ന കഞ്ഞി ഐറ്റംസ് ഉണ്ട്. പഴങ്കഞ്ഞി, കഞ്ഞി എല്ലാം ഉണ്ട്. ഓക്കെ, പിന്നെ ഉച്ചയ്ക്കാണ് നമ്മുടെ മെയിൻ വെറൈറ്റി ഉച്ചയ്ക്ക് സീ ഫുഡ് താലി എന്ന് പറഞ്ഞാൽ മ്യാരക താലി അല്ലേ? അങ്ങനെ ഒരാൾക്കൊന്നും വന്നു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് കീഴ്പ്പെടുന്ന ഐറ്റം അല്ല, 2 പേർക്കുള്ളതാണ്. ഓക്കെ ബ്രോ, അന്നേരം ഞങ്ങൾ ഇവിടുത്തെ ഭക്ഷണം ഒന്ന് കഴിച്ചു നോക്കട്ടെ? ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ ബ്രോ. ആക്ച്വലി ഞാൻ എപ്പോഴും ചട്ടിച്ചോറാണ് ട്രൈ ചെയ്യാറുള്ളത്. ഇതിപ്പോൾ സെക്കൻഡ് ടൈമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. വളരെ എന്താ പറയുക, സംശയസായിട്ടുള്ളൊരു ഐറ്റംസാണ് എല്ലാം ഉള്ളത്. എല്ലാം കൂടെ അത്രയും എനിക്ക് കിട്ടിയിട്ടില്ല. ആക്ച്വലി മിക്കയിടത്തും ചട്ടിച്ചോറും കാര്യങ്ങളും. ഇതിപ്പം ഫുള്ളെന്ന് പറഞ്ഞാൽ എന്തൊക്കെ സീ ഫുഡ്സ് നമുക്ക് കിട്ടാം, മാക്സിമം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഫുൾ സപ്ലൈ ഇതിനകത്ത് ഓൾറെഡി ഇതിനകത്തുണ്ട്. ഐ എം ലിറ്ററലി വെരി ഹാപ്പി. ഇതിപ്പോൾ 2ാമത്തെ തവണയാണ് ഞാൻ വരുന്നത്. ആക്ച്വലി ഡയറ്റിങ്ങിലാണ് ഞാൻ. ഈ ഒരൊറ്റ ഇതിൽ 1 തവണ വന്ന് കഴിച്ച് പോയപ്പോഴത്തേക്ക് ആ ഇഷ്ടം കാരണം ഇവിടെ വരുമ്പോൾ ചവിട്ടും ഞാൻ എങ്ങനെ പോയാലും. വളരെ ഹാപ്പിയാണ്. ഇനിയും വരും, എല്ലാവരും വരണം എന്നാണ് ഞാൻ പറയുന്നത്. അത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇഷ്ടമുള്ളത് തന്നെ നമുക്ക് നോക്കി നമുക്കിവിടെ സെലക്ട് ചെയ്തെടുക്കാം. നമ്മൾ ക്രാബ് ആണെങ്കിലും മസിൽസ് ആണെങ്കിലും എല്ലാ ഐറ്റംസും ഇവിടെ ലൈവായിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എടുക്കാൻ പറ്റും. ഫിഷസ് ആണെങ്കിലും വെറൈറ്റി ഫിഷസ് ഒക്കെ ഉണ്ട്. ബ്ലൂ ഓഷ്യനിലെ സീ ഫുഡ് താലി മീൽസ് ആണ് കേട്ടോ. ഏകദേശം 21 തൊട്ട് 28 ഐറ്റംസ് ഉൾപ്പെടെയുള്ളൊരു താലി മീൽസ് ആണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു പാത്രം തന്നെ കണ്ടില്ലേ. 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഭക്ഷണം വിളമ്പി വെച്ചിരിക്കുന്നത്. ചോറും പപ്പടവും പിന്നെ ഞണ്ട്, കൊഞ്ച്, മീന, അങ്ങനെ ഒരുപാട് വെറൈറ്റീസാണ് ഇവിടെ വിളമ്പി വെച്ചിരിക്കുന്നത് കേട്ടോ. കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ കണ്ണ് തള്ളിപ്പോയി. നമ്മൾ അമ്മ പിടിച്ചു കൊടുത്ത ഞണ്ട് നല്ല സൂപ്പറായിട്ട് പുഴുങ്ങി ആ ഒരു പാത്രത്തിനകത്ത് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഞാൻ പിടിച്ച സിലോപ്പിയ ഇവിടെ വാഴയിൽ പൊള്ളിച്ചും വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വായി വെള്ളം ഊറുന്നുണ്ട് കേട്ടോ. അതാണ്ട് ഇവിടുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീനച്ചാറ് തൊട്ട് തുടങ്ങുകയാണ്. മീനച്ചാറുണ്ട്, പിന്നെ കല്ലുമ്മക്കായുണ്ട്, കൊഞ്ച് റോസ്റ്റുണ്ട്, ഞണ്ട് റോസ്റ്റ് ചെയ്തതുണ്ട്, പിന്നെ കായൽ കൂരി വറുത്തതുണ്ട്, കണമ്പ് വറുത്തതുണ്ട്, ചൂട വറുത്തതുണ്ട്, കൂന്തൽ റോസ്റ്റുണ്ട്, കക്ക റോസ്റ്റുണ്ട്, കേരച്ചൂര മീൻകറിയുണ്ട്, പച്ചക്കറിയുണ്ട്, പിന്നെ ചാള ഫ്രൈ ഉണ്ട്, പള്ളത്തി ഫ്രൈ ഉണ്ട്, കടൽ ഞണ്ടുണ്ട്, കായൽ ഞണ്ട് ഇവിടെ കിടപ്പുണ്ട്, കടൽ ഞണ്ട് ഇവിടെ ഉണ്ട്, ചമ്മന്തി ഉണ്ട്, മുരൽ ഫ്രൈ ഉണ്ട്, പിന്നെ ഒരു മെഴുക്കുവരട്ടി ഉണ്ട്, ഒരു കൂട്ടുകറി ഉണ്ട്, പച്ചടി ഉണ്ട്, പിന്നെ ചീനിയും മീനും കൂടെ കുഴച്ചതുണ്ട്, കരിമീൻ ഫ്രൈ ഉണ്ട്,
ഒരു സാലഡുണ്ട്, കാരക്കൊഞ്ച് ഫ്രൈ ഉണ്ട്, കപ്പയുണ്ട്, കൊണ്ടാട്ടം മുളകുണ്ട്. അങ്ങനെ ഇത്രയും ഐറ്റംസാണ് ഇന്നിവിടെ സെർവ് ചെയ്യുന്നത്. ഏകദേശം 800 തൊട്ട് 1000 രൂപ വരെയാണ് ഇതിൻ്റെ വില വരുന്നത്. 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. ഇത് കാണുമ്പോൾ തന്നെ വായ് വെള്ളം ഊറുന്നുള്ളതിനകത്ത് യാതൊരു സംശയവും വേണ്ട. കാരണം എൻ്റെ വായ് വെള്ളം ഊറിയിട്ട് കഴിക്കാനായിട്ട് കൊതിയായിട്ട് പാടില്ല കേട്ടോ. എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. ആദ്യം കഴിക്കാൻ തോന്നിയ ഐറ്റം എന്താണ്ട് ഇവിടുത്തെ മീനച്ചാറാണ് കേട്ടോ. ഇതേ പൊളി മീനച്ചാറ്. നീ കാരക്കൊഞ്ചൊന്ന് കഴിച്ചു നോക്കാം. എന്തേ കാരക്കൊഞ്ച് സൂപ്പറേ. നീ കല്ലുമ്മക്കയെന്ന് കഴിച്ചു നോക്കിയാലോ. കല്ലുമ്മക്കയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ വലിയ കല്ലുമ്മക്കയാണ് കേട്ടോ. ആണ് കണ്ടോ. എല്ലാം ഒന്നിനൊന്നിനും മെച്ചം കേട്ടോ. ഇനി നമുക്ക് കൊഞ്ച് റോസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം. സൂപ്പർ. അടിപൊളി. ഇനി എന്തായാലും കായൽ ഞണ്ട് നമുക്ക് കഴിക്കാവേ. കായൽ ഞണ്ടൊക്കെ എനിക്ക് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടം കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി. ഇനി നമുക്ക് കൂന്തൽ റോസ്റ്റ്. എൻ്റെ കുരുമുളകൊക്കെ ചേർത്തിട്ടുള്ള അടിപൊളി ഫീൽ കേട്ടോ. ഈ കക്കാത്തോരനുണ്ട്, കക്കാത്തോരൻ. കക്കത്തോറ എനിക്ക് നമ്മളെടുത്തിട്ട് ഇഷ്ടപ്പെടുന്നത് കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ചൂട ഫ്രൈ ചെയ്തത് കൊള്ളാം. എനിക്ക് തോന്നുന്നു ഇത് മാത്രം കഴിച്ച് കഴിയുമ്പോഴേ നമ്മുടെ വയറ് നിറയും തോന്നും കേട്ടോ. പിന്നെ ചാള ഫ്രൈ, ചാള ഫ്രൈ കൊള്ളാം. പിന്നെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാണ് നമ്മുടെ പള്ളത്തി ഫ്രൈ. ഇവിടെ മുരൽ വറുത്തതുണ്ട്. ഫ്രൈ എല്ലാം ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. ഇനി കടൽ ഞണ്ട്. കടൽ ഞണ്ടൊക്കെ ഇവിടെയൊക്കെ വീണ് കേട്ടോ. ഇതും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. കപ്പയും മീനും കൂടെ കുഴച്ചത്. വെറൈറ്റി. സാധാരണ കൂരിയുടെ മീൻകറി ഞാൻ കൂടുതൽ കഴിച്ചിട്ടുള്ളതെങ്കിലുണ്ടെങ്കിൽ ഇവിടെ വന്നപ്പോൾ കായൽ കൂരി വറുത്തതും കിട്ടിയില്ലേ. കൂരി വറുത്തത് കൊള്ളാമല്ലോ. കാണുമ്പോൾ കൂടെ ഒന്ന് കഴിക്കാം. എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ചോറിലോട്ട് ഞാൻ കടന്നതേയില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കിയ എല്ലാ ഐറ്റം പൊളിയായിരുന്നു കേട്ടോ. കക്ക മാത്രമാണ് എനിക്ക് ചെറുതായിട്ടൊരു ഇഷ്ടക്കുറവ് തോന്നി. കടലക്കാരുടെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള കരിമീൻ അഷ്ടമുടിക്കായല്ലേ. ഇതേ ചേമ്പക്കം വരുന്നു ഇപ്പം തന്നെ, ഇത്രയും കഴിച്ചപ്പോൾ തന്നെ. ഇനി ചോറ് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കണം. ഇനി നമ്മുടെ വാഴയിൽ പൊള്ളിച്ച് സിലോപ്പിയ നമുക്കൊന്ന് എടുത്ത് കഴിക്കാവേ. സിലോപ്പിയ വേണ്ടവർക്ക് സിലോപ്പിയ ഉണ്ട്, കരിമീൻ വേണ്ടവർക്ക് കരിമീനുണ്ട്, കൊഞ്ച് വേണ്ടവർക്ക് കൊഞ്ചുണ്ട്, ഞണ്ട് വേണ്ടവർക്ക് ഞണ്ടുണ്ട്, കൂരി വേണ്ടവർക്ക് കൂരിയുണ്ട്, കാരി വേണ്ടവർക്ക് കാരിയുണ്ട്. വാഴയിലിൽ പൊള്ളിച്ച ഈ ഒരു സിലോപ്പിയ നമ്മൾ പിടിച്ച സിലോപ്പിയ കൂട്ടനാണ് കേട്ടോ. പാവം കിടക്കുന്ന കിട്ടി. നല്ല ചൂടുണ്ട്. ഇപ്പോഴും ആ ചൂട് അതിനകത്ത് നിലനിന്ന് പോകുന്നുണ്ട്. ഇതിൽ കഴിച്ചു നോക്കാം. അടിപൊളി. എന്തായാലും അമ്മൂൻ്റെ ഞണ്ട് അമ്മൂൻ്റെ പല്ലി കമ്പിയിട്ടുകൊണ്ട് തന്നെ ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞ്
നമുക്ക് എന്തായാലും പൊട്ടിച്ചൊന്ന് കഴിച്ചു നോക്കാം. അയ്യോ, എന്തായാലും കഴിച്ചു നോക്കാം. ഏറ്റവും വലിയ ഞണ്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ താമസിച്ചാണ് വന്നത്, അതുകൊണ്ടാണ് കൂട്ടത്തിലെ ഒരു വലുതിനെ തന്നെ നമ്മൾ പിടിച്ചത്. ഞെരിപ്പൈറ്റം കടലിലെയും കായലിലെയും മത്സ്യങ്ങളും എല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് സജസ്റ്റ് ചെയ്യുന്ന ബെസ്റ്റ് ഒരു സ്പോട്ടാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കൊല്ലം ജില്ലയിൽ, അതായത് മത്സ്യങ്ങളുടെയും ഞണ്ടുകളുടെയും എല്ലാത്തിൻ്റെയും ഈറ്റിലോ എന്നറിയപ്പെടുന്ന കൊല്ലം ജില്ലയിൽ നീണ്ടകര എത്തുന്നതിന് മുന്നേ തന്നെ പുത്തൻതുറ ശ്രീകൃഷ്ണ ടെമ്പിളിൻ്റെ തൊട്ട് നിയറസ്റ്റ് ആയിട്ടാണ് ഈ ബ്ലൂ ഓഷ്യൻ കൊയിലോൺ ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ സീ ഫുഡിൻ്റെ മാസ്മരിക ലോകവുമായിട്ടാണ് നിങ്ങളെ ഇവിടെ അവർ വെൽക്കം ചെയ്യുന്നത്. ഇവിടെ വന്ന് ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഉച്ചയ്ക്ക് 11 മണി തൊട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, രാത്രി വരെ കാണും. ഉച്ച സമയത്താണെന്ന് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വെറൈറ്റി ഡിഷസും ഫുഡുകളും ഒക്കെ ഉള്ളത്. എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടുള്ള കിടിലും അടിപൊളി ഐറ്റംസ് എല്ലാം ഉണ്ട് ഇവിടെ കേട്ടോ. എന്തായാലും ഇതെല്ലാം കഴിച്ചിനി ഫിനിഷ് ആക്കണം. അന്നേരം വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്തേ മതിയാവും. എന്നിട്ട് അടുത്തൊരു രുചിവിശേഷമായിട്ട് കാണാൻ പ്രിയപ്പെട്ടവരെ, എല്ലാവരോടും ഒരുപാട് സ്നേഹം. ബൈ.